പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എഫക്റ്റീവ് ആയിട്ട് ഓരോ ടോപ്പിക്കും എങ്ങനെ കവർ ചെയ്യണം എന്ന് ജസ്റ്റ് സൂചിപ്പിക്കാനാണ്. നിങ്ങൾ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. കഴിഞ്ഞ 2 വർഷങ്ങളിലെ PSCയുടെ ചോദ്യങ്ങൾ വിശകലനം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുക. ഇന്നേ ദിവസം ചരിത്ര ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടത് എന്തെന്നാണ് ഞാൻ നിങ്ങളോട് പറയുക. ഞാൻ പറയുമ്പോൾ SCERT പാഠഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട കാര്യമാണ് നമ്മൾ പഠിക്കുക. അല്ലാണ്ട് നമ്മൾ 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പുസ്തകങ്ങൾ എടുത്ത് ഒരറ്റത്തുനിന്ന് വായിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ സെക്രട്ടറി OA പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് കൃത്യമായിട്ട് കയ്യിലുണ്ടാവണം. അതിൽ എന്താണോ പഠിക്കേണ്ടത് അത് സെർച്ച് ചെയ്ത് പഠിക്കുക എന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഇന്നേ ദിവസം നമ്മൾ പരിശോധിക്കുന്നത് ചരിത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ചരിത്രത്തില് ഒന്ന് യൂറോപ്യന്മാരുടെ വരവ്, അല്ലെ? കേരള ചരിത്രത്തില് 5 മാർക്കാണ് വരിക. യൂറോപ്യന്മാരുടെ വരവ് ചോദിക്കും. ഈ യൂറോപ്യന്മാരുടെ വരവില് നമുക്കറിയാം ആരൊക്കെയുണ്ടടാ. പോർച്ചുഗീസുകാരുണ്ട്, പിന്നെ ഡച്ചുകാരുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നിങ്ങൾ പഠിക്കേണ്ടത് പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും വിവരങ്ങളും അവരുടെ പ്രധാന സംഭാവനയുമാണ്. കഴിഞ്ഞ 10th ലെവൽ 12th ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇവരുടെ സംഭാവനകളായിരുന്നു. അതൊന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക. ഓക്കെ, അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ വന്ന വർഷങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്, ആ കോട്ടകൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇവരുടെ പ്രധാന സംഭാവനകൾ. ഇനി തിരുവിതാംകൂറിലേക്ക് വരുമ്പോ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ ഇവരുടെ കാലഘട്ടം, പാരന്റ്സിന്റെ പേര് അങ്ങനെയൊന്നും പഠിക്കണ്ട. ഇവര് സ്ഥാപിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ വർഷം ഓർത്ത് വെക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. മാർത്താണ്ഡവർമ്മ തൊട്ട് ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള ആൾക്കാരുടെ കാലയളവ് ജസ്റ്റ് രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യം കാലയളവ് രേഖപ്പെടുത്തുക. ഓക്കെ, കാലയളവ് രേഖപ്പെടുത്തിയതിന് ശേഷം അതിന്റെ സബായിട്ട് എന്ത് ചെയ്യുക, ഇവരുടെ പ്രധാനപ്പെട്ട സംഭാവന എന്താണോ അതും അതിന്റെ വർഷം എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്ത് രൂപീകരിച്ചതാണ് തൃപ്പടിദാനം 1750 ജനുവരി 3. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ആദ്യം എഴുതി വെച്ചു, അതിന്റെ സഭയുടെ തൃപ്പടിദാനം എഴുതി വെച്ചിട്ട് ജസ്റ്റ് വർഷം സൂചിപ്പിക്കുക. ഓക്കെ, ഇനി ഇപ്പോ നമ്മുടെ രണ്ടാമത് ഭരണാധികാരി ധർമ്മരാജാവിന്റെ കാലഘട്ടത്താണ് 1789 ഡച്ചുകാരുടെ കൈവശമുണ്ടായിരുന്ന കോട്ടപ്പുറം കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങുക. ഓക്കെ, അപ്പോ അത് 1789 അത് നമ്മുടെ കാർത്തിക തിരുനാൾ കാലഘട്ടത്തിനിടയിലാണ്, അല്ലെ? അങ്ങനെ ജസ്റ്റ് ലിങ്ക് ചെയ്ത് വെക്കുക. അവിട്ടം തിരുനാള് അദ്ദേഹത്തിന്റെ കാലഘട്ടം 1798 തൊട്ട് 1810 വരെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കാലയളവിനിടയിലാണ് എന്ത് നടക്കുക, നമ്മുടെ തിരുവിതാംകൂറിന്റെ സൈന്യ വിഭാഗമായ നായർപ്പട രൂപീകരിക്കുക, നായർ പട്ടാള ലഹള നടക്കുക, കുണ്ട്രവിളംബരം നടക്കുക. അതൊക്കെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം തിരുവിതാംകൂറിൽ നിന്ന് PSC ചോദിച്ചത് മിക്കവാറും ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, കാലഗണന അനുസരിച്ച് ഇവ ചിട്ടപ്പെടുത്തുക. തിരുവിതാംകൂറിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ PSC ആവർത്തിച്ചത് കാലഗണന അനുസരിച്ച് ചിട്ടപ്പെടുത്തുക എന്നാണ്. അപ്പൊ വർഷം പോലും ഇവിടെ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഭരണാധികാരികളുടെ കാലഘട്ടം എഴുതി അവയുടെ കാലഘട്ടം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഏതാണ് ആദ്യം വന്നത്, ഏതാണ് അടുത്ത് വന്നത്, അത് കഴിഞ്ഞ് ഏതാണ് വന്നത് എന്ന് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. അത് ഫോക്കസ് ചെയ്ത് വെക്കുക. ഇനി സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതായത് അവിടെ നവോത്ഥാനമാണ് പഠിക്കേണ്ടത്. നവോത്ഥാനത്തിൽ പണ്ടൊക്കെ പ്രധാനമായും PSC ചോദിച്ചിരുന്നത് ഓരോ നവോത്ഥാന നായകരും ജനിച്ച ദിവസം എന്നാണ്, ജനിച്ച സ്ഥലം എവിടെയാണ്, ബാല്യകാല നാമങ്ങൾ എന്നൊക്കെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചത് 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, നവോത്ഥാന നായകർ ആരംഭിച്ച സംഘടനകളോ പ്രസിദ്ധീകരണങ്ങളോ അവയുടെ വർഷം തന്നിട്ട് ചേരുംപടി ചേർക്കാനായിട്ട് കൊടുത്തു. 2, ഇവര് ജനിച്ച കാലഘട്ടം അനുസരിച്ച് രേഖപ്പെടുത്താൻ പറഞ്ഞു. വർഷമൊന്നും തന്നിട്ടുണ്ടാവില്ല, താഴെ തന്നിട്ടുള്ള നവോത്ഥാന നായകരെ കാലഗണന അനുസരിച്ച് ചിട്ടപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഏത് കാലഘട്ടത്തിൽ ജനിച്ചതും എന്ന രീതിയിൽ ചിട്ടപ്പെടുത്താൻ പറഞ്ഞു.
മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരല്ല, ചെറിയ ചെറിയ നവോത്ഥാന നായകന്മാരുണ്ട്. അതായത് സി കൃഷ്ണൻ, മൂർക്കോത്ത് കുമാരൻ, പാമ്പാടി ജോൺ ജോസഫ്, കുറുമ്പൻ ദൈവത്താൻ, ആഗമാനന്ദ സ്വാമി, അങ്ങനെ ചെറിയ ചെറിയ ആൾക്കാരെ ചോദിക്കുന്നുണ്ട്. സി വി കുഞ്ഞിരാമൻ, സി കൃഷ്ണപിള്ള, സി കൃഷ്ണൻ, അതുപോലെ തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, ഇങ്ങനെയുള്ള നവോത്ഥാന നായകരെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അത്തരം നവോത്ഥാന നായകന്മാരെ ഒരു 2 തവണ വായിച്ചു വെക്കാം. കാരണം നമ്മൾ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ശ്രീനാരായണ വായിക്കും, പിന്നെ വൈകുണ്ഠ സ്വാമി, തൈക്കാടയ്യ, ബ്രഹ്മാനന്ദ ശിവ, വാക്ഫടാനന്ദ്, ഇത്രേ വായിക്കാറുള്ളൂ. അതുകൊണ്ടാണ് പറയുക അത് വായിക്കണം എന്നല്ല, ജസ്റ്റ് വായിച്ചു വെക്കുക. പക്ഷെ കുറച്ച് പ്രാധാന്യം ഈ ചെറിയ ചെറിയ ആൾക്കാർക്ക് കൊടുക്കുക. ഓക്കെ. പിന്നെ കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ ഇതെന്ന് പറയുമ്പോൾ ആൻഷ്യന്റ് കേരളയ്ക്ക് പകരം തന്നിട്ടുള്ള സാധനം അല്ലെ. പണ്ട് പ്രാചീന കേരളം എന്നൊക്കെ പറഞ്ഞിരുന്നു. നിലവിൽ അതിന്റെ പേര് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ എന്നാണ്. അതായത് കേരള ചരിത്ര പരാമർശമുള്ള സംഘകാല കൃതികള്, കേരള ചരിത്ര പരാമർശമുള്ള പുരാണങ്ങള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് വായിച്ചു വെക്കുക. ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ എഴുതും. പിന്നെ ആ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തിണകൾ. 5 തിണകളുണ്ട്. ആ 5 തിണകളും പഠിക്കണം. PSC കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്ഥിരം മിക്കവാറും എല്ലാ പരീക്ഷകളിലും തിണയിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സംഘകാലത്തെ തിണകൾ പഠിക്കണം, സംഘകാലത്തെ ബേസിക് ആയിട്ടുള്ള ജീവിത രീതിയൂടെ പഠിക്കണം. അതായത് അവിടുത്തെ എല്ലാവരും അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വയം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഈ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുക ചെയ്തിരുന്നേ, അല്ലാണ്ട് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥിതി എന്ത് പേരിൽ അറിയപ്പെട്ടു? നൊടുത്തൽ എന്നറിയപ്പെട്ടു. ഇവര് വാങ്ങിച്ചിരുന്ന ഒരേ ഒരു സാധനം, വിപണനം ചെയ്തിരുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഉപ്പായിരുന്നു. ഉപ്പ് കച്ചവടം ചെയ്യുന്നവര് അതുകൊണ്ട് ഉമണർ എന്നും, ഉപ്പ് നിർമ്മിക്കുന്നവര് ഉപ്പവരെന്നും അറിയപ്പെട്ടു. അങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള ചെറിയ 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 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ SCERT പുസ്തകത്തിലെ ഡേറ്റയാണ്, ശ്രീധരൻ ഒരു പുസ്തകത്തിലുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയാം. അത് ജസ്റ്റ് ഓർമ്മിച്ചു വെക്കുക. ഏറ്റവും പ്രാധാന്യം സംഘകാലം, സംഘകാലത്തെ തിണകൾ. ഓക്കെ. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം. ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതോട്ട് പഠിക്കണം? മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ 5 എണ്ണം, അതിന്റെ അധ്യക്ഷന്മാര് വർഷം. ഐക്യ കേരള പ്രസ്ഥാനം 1921 സമ്മേളനം തൊട്ട് 47 വരെയുള്ള സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ 4 സമ്മേളനങ്ങളും 47 ഐക്യ കേരള സമ്മേളനമാണ് ഇമ്പോർട്ടന്റ്. ആ 5 എണ്ണമെങ്കിലും ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ആദ്യത്തെ 4 കൂടാതെ 47 ഐക്യ കേരള സമ്മേളനം, ആ 5 എണ്ണമെങ്കിലും ഉറപ്പായിട്ടും വായിച്ചിട്ട് വേണം പോവാൻ. 1956 ശേഷമുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് മിക്കവാറും നിങ്ങളുടെ റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലോ ഒക്കെ എന്തുണ്ടാവും? കേരളത്തിലെ മുഖ്യമന്ത്രിമാർ എന്നൊരു ടോപ്പിക് ഉണ്ടാവും. അതൊന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. കാരണം എന്താ? 1956 ശേഷമുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് മുഖ്യമന്ത്രിമാരും അവരുടെ കാലഘട്ടത്തിൽ നടത്തിയ പ്രധാന പരിപാടികളായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് കിട്ടും? അത് കിട്ടിക്കൊള്ളും. കാരണം പലപ്പോഴും ഇത് എവിടെ നിന്ന് പഠിക്കുമെന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക കേട്ടോ. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പോവാം. ഇന്ത്യൻ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും ആദ്യം പഠിക്കുന്നത് രാഷ്ട്രീയ ചരിത്രം എന്നൊരു ടോപ്പിക്കാണ് അല്ലെ. ഈ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് എന്താണ് PSC ഉദ്ദേശിക്കുന്നത്? PSC ഉദ്ദേശിക്കുന്നത് SCERT പുസ്തകത്തിലെ 9ാം ക്ലാസ്സിലെ പുസ്തകങ്ങളാണ്. അതായത് മധ്യകാല ഇന്ത്യയില് മുഗൾ സാമ്രാജ്യത്ത് ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു, 4ആയി വേർതിരിച്ചിരുന്നു, മന്ത്രി ഇങ്ങനെയായിരുന്നു, നികുതി പരിഷ്കരിക്കുന്ന വ്യക്തി ഇങ്ങനെയായിരുന്നു, നികുതി പിരിക്കുന്ന ആൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെ കുറെ പേരുകളുണ്ട്. അത് ചേരുംപടി ചേർക്കാനാണ് പ്രധാനം വിളിക്കുക. അപ്പൊ അതുകൊണ്ട് ഭരണ സംവിധാനം, അതായത് രാഷ്ട്രീയ ചരിത്രം എന്ന കാറ്റഗറി മാത്രം 9ാം ക്ലാസ്സിലെ SCERT പുസ്തകം മധ്യകാല ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ മാത്രം ഒന്ന് ഓടിച്ച് വായിച്ചു വെക്കുക. ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ കൂട്ടി എഴുതിക്കോളും, പേടിക്കേണ്ട ആവശ്യമില്ല. മുക്തി, സദർ, വാലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകളുണ്ട്. അതാണ് ചോദിക്കുക. അതായത് മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു, സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു, കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. അങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു ടേബിൾ വരയ്ക്കാം. ടേബിൾ വരച്ചിട്ട് കോമൺ ആയിട്ട് നമുക്ക് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറക്കരുത് 9ാം ക്ലാസ്സിലെ SCERT പുസ്തകം നോക്കാം. ഇനി ബ്രിട്ടീഷ് ആധിപത്യം. ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം കുറിക്കാൻ കാരണമായ ബക്സാർ യുദ്ധവും പ്ലാസി യുദ്ധവും അടിസ്ഥാനമായി പഠിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ബക്സാർ യുദ്ധം, പ്ലാസി യുദ്ധം, തുടർന്ന് നിങ്ങൾ പഠിക്കേണ്ട ഏരിയ നമ്മുടെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ്. 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുണ്ട്. അത് പ്രാധാന്യമാണ്. അത് കഴിഞ്ഞിട്ട്
ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം. ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും വെറുതെ ഒന്ന് വായിച്ചു വെക്കുക. അത് മിക്കവാറും കാലഘടന അനുസരിച്ച് ചിട്ടപ്പെടുത്താൻ പറയും. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അവിടുത്തെ നേതാക്കന്മാരും സ്ഥലങ്ങളുമാണ്. കാരണം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥിരം ചോദിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ ചരിത്രം, അതായത് ആദ്യ പ്രസിഡന്റ് ആര്, ആദ്യ സെക്രട്ടറി ആര്, ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആര്, ഓക്കെ, ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആര് എന്ന് കൂടാതെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇന്ത്യക്കാരനായ പ്രസിഡന്റ് ആര്, ആദ്യ ക്രിസ്ത്യാനിയായ പ്രസിഡന്റ് ആര്, ആദ്യ ഹിന്ദുവായ പ്രസിഡന്റ് ആര്, രണ്ടു തവണ പ്രസിഡന്റ് ആദ്യ വ്യക്തി ആരാണ്, തുടർച്ചയായി രണ്ടു തവണ പ്രസിഡന്റ് ആയത് ആരാണ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി. സ്വദേശി പ്രസ്ഥാനം 1905 രൂപീകരിച്ചെന്ന് പഠിക്കണം. ആ കാലഘട്ടത്തിൽ ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനങ്ങള്, ഫോർ എക്സാമ്പിൾ ഇപ്പോ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് PC റോയ് ആണ്. ബാലഗംഗാധര തിലകൻ സ്വദേശി വസ്ത്രപ്രചരണ സഭ ആരംഭിച്ചു. നമ്മുടെ സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്ത് തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരെയും പേര് പഠിച്ചു വെക്കാം. ഇനി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ രാജാറാം മോഹൻ റോയ് പഠിക്കണം, ഏറ്റവും പ്രധാനമാണ്. പിന്നെ പഠിക്കേണ്ടത് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ നമ്മുടെ ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്ന ജ്യോതിബ ഫുലെ പഠിക്കണം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ പഠിക്കണം. അതുകൂടാതെ ഏറ്റവും കൂടുതൽ PS പ്രാധാന്യത്തോടെ ചോദിക്കുന്നത് ആത്മാറാം പാണ്ഡുരംഗ്, അദ്ദേഹത്തെ കുറിച്ച് പ്രാർത്ഥനാ സമാജം. ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ മാത്രം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യമാണ് റീസെന്റ് ആയി PS ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്നാണ് ചോദിക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ആ ലക്ഷ്യങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ സാഹിത്യവും കലയും. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് 2 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ നന്ദലാൽ ബോസ് ഉൾപ്പെടെയുള്ള ചിത്രകാരന്മാർ വരച്ച പ്രധാനപ്പെട്ട ചിത്രങ്ങൾ, അവയുടെ പേര്, അത് ചിത്രങ്ങളുടെ പേര് പഠിക്കുക, വ്യക്തിയുടെ പേര് പഠിക്കുക, തീർന്നു, അത്രയേ ഉള്ളൂ. ഇനി സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ചമ്പാരൻ സത്യാഗ്രഹം തൊട്ട് പഠിക്കണം. 1904 ചമ്പാരൻ, അഹമ്മദാബാദ് സ്ട്രൈക്ക്, പിന്നെ റൗലത്ത് സത്യാഗ്രഹം, ചൗരി ചോര സംഭവം, പിന്നെ ദേശീയ സമരങ്ങൾ ഏതൊക്കെ, നിസ്സഹരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. പ്രധാനമായി അതൊന്ന് ഫോക്കസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, അവിടെ നിങ്ങൾ പ്രധാനമായി പഠിക്കേണ്ടത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആഭ്യന്തര കലാപം ഉണ്ടായിരുന്നു. പിന്നെ പ്രവിശ്യാതല പുനഃസംഘടനയാണ് ആദ്യം നിശ്ചയിച്ചത്. അതുകൊണ്ട് പ്രവിശ്യാതല പുനഃസംഘടനയെ കുറിച്ച് പറയണം. അത് കഴിഞ്ഞ് ജനങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു. അങ്ങനെ ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. പിന്നെയാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ നിയമിക്കുക. അത് പിന്നെ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അതില് 3 നാട്ടുരാജ്യങ്ങൾ വേറിട്ട് നിന്നു, അല്ലെ? ഹൈദരാബാദ്, ജുനാഗഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്. സംസ്ഥാന പുനഃസംഘടന അത് ഒരുമിച്ച് പോകുന്ന ടോപ്പിക്കാണ്. ഇനി ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി. ഇതിനകത്ത് PS ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ISROയും ISROയുടെ പ്രധാനപ്പെട്ട പരിപാടികളുമാണ്. പിന്നെ നമ്മുടെ DRDOയുടെ, അതായത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ ഫോക്കസ് ചെയ്ത് വെക്കാം. ഇനി അവസാന നിമിഷം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനി വിദേശ നയം എന്ന് പറയുമ്പോൾ അവിടെ ചേരിചേരാ സമ്പ്രദായം പഠിക്കണം, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പഠിക്കണം. അതോടൊപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് 51ാമത്തെ വകുപ്പിൽ ഒരു 5 ഉപവകുപ്പുകളുണ്ട്. അതുകൂടെ ഫോക്കസ് ചെയ്ത് വെക്കണം. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് വരിക. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ആശയങ്ങൾ 5 സെന്റൻസ് അവിടെ പറയുന്നുണ്ട്. 51A, 51B, 51C, 51D, അതായത് ചെറിയ കേട്ടോ. അപ്പോൾ 51A, 51B, അങ്ങനെ ഒരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വെക്കണം. കാരണം PS കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, അതായത് വകുപ്പിന്റെ ഡെഫിനേഷൻ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ തന്നിട്ട് താഴെ ഈ ആശയം പരാമർശിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങൾ എഴുതിയ പരീക്ഷ 10th ലെവല് 4th ഫേസ് എക്സാമില് അങ്ങനെയാ ചോദിച്ചേ. അപ്പൊ ആ 5 സെന്റൻസ് ഒന്ന് ആവർത്തിച്ചു വെക്കാം. ഓക്കെ, ചിലപ്പോൾ വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത നമ്മൾ പറയുന്നു വേൾഡ് ഹിസ്റ്ററിയിലേക്ക്. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അവിടെ ബേസിക് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം ആരംഭിക്കാൻ കാരണം 1628 മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. അതേ തുടർന്നാണ് അവിടെ
എന്താ ചെയ്യുക, നമ്മുടെ ചാൾസ് രാജാവ് പാർലമെന്റ് പിരിച്ചുവിടുന്നത്, ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത്, അതിനിടയിൽ ചാൾസ് രാജാവ് കൊല്ലപ്പെടുന്നു. ആ കാര്യം കഥ പോലെ ഓർമ്മിച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിന്റെ വർഷങ്ങൾ ഓർത്തു വെക്കാം. ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയത് 1689. 1679 രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു, വിഗുകളും ടോറികളും. അത് റീസെന്റ് ചോദിച്ചിട്ടുണ്ട്. ലോകത്താദ്യമേ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു എവിടെയാ? ബ്രിട്ടനിലാണ്. 1679 എന്ത് പാസ്സാക്കിയപ്പോൾ? ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കിയപ്പോൾ. ഓക്കെ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് അവിടുത്തെ ചിന്തകന്മാരെയാണ്. ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അവിടുത്തെ ചിന്തകന്മാരെയാണ്. ഫിലോസഫേഴ്സിന്റെ പേര്, ഫിലോസഫേഴ്സിന്റെ പുസ്തകം, അവരുടെ ആശയം, ഇത് മൂന്നും ഫോക്കസ് ചെയ്ത് വെക്കണം. കാരണം PSCയുടെ ട്രെൻഡ് അനുസരിച്ച് അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ 3 ഫിലാഡൽഫിയ കോൺഗ്രസുകളുണ്ട് അല്ലെ, കോണ്ടിനെന്റൽ കോൺഗ്രസ്. അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം, അതിന് കാരണമായ പാരീസ് ഉടമ്പടി, അതിന് മാധ്യസ്ഥത വഹിച്ചത് ഫ്രഞ്ച് ഗവൺമെന്റ് ആണ്. ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് വെക്കാം. ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോൾ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ വിപ്ലവം സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. അതേ തുടർന്ന് അതിൽ നിന്ന് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്, മെയ് 4 പ്രസ്ഥാനം അല്ലെ, 1919 രൂപം കൊണ്ടത്, അത് 1921 എന്തായിട്ട് മാറി? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് മാറി. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നെ എന്തായിട്ട് മാറുന്നു? ലോങ് മാർച്ച് നടത്തുന്നു. അതേ തുടർന്ന് 1949 ചൈനയില് ജനകീയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നു അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഘട്ടം ഘട്ടമായിട്ട് പഠിക്കുക. കാരണം കാലഘട്ടം അനുസരിച്ചിട്ടാണ് ചൈനീസ് വിപ്ലവം കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, അവിടെ 9ാം ക്ലാസ് SCERT പുസ്തകമാണ് വീണ്ടും ഓർമ്മിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രധാനമായും സംഭവിച്ചത് എന്താണ്? അമേരിക്കയും റഷ്യയും വൻ ശക്തികളായിട്ട് മാറി. ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ലോകത്തൊട്ടാകെ കേന്ദ്രീകരിച്ചിരുന്ന കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഈ രണ്ടുപേരും ആവശ്യപ്പെട്ടു. ആദ്യകാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നും അമേരിക്കയും USA തമ്മിൽ ഉണ്ടായിരുന്നില്ല, അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് പതിയെ ഇവര് തമ്മിൽ മത്സരമായപ്പോൾ അതെന്തായിട്ട് മാറി? ശീത സമരത്തിലേക്ക് വഴിതെളിച്ചു. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സംഭവിച്ച പ്രധാന രാഷ്ട്രീയ ചരിത്രം അനുസരിച്ച് ശീതസമരം പഠിക്കണം, പിന്നെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി പഠിക്കണം. ഓക്കെ, പിന്നെ ഈ സ്വാതന്ത്ര്യം കൊടുത്ത കാര്യങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കാം. ഐക്യരാഷ്ട്രസഭയും പ്രധാനപ്പെട്ട ഏജൻസികൾ കൂടാതെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന കാറ്റഗറിയിൽ വേൾഡ് ബാങ്ക്, IMF, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, പിന്നെ സമാധാന സംഘടനകൾ എന്ന രീതിയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പഠിക്കണം, ആംനസ്റ്റി ഇന്റർനാഷണൽ പഠിക്കണം, പിന്നെ നമ്മുടെ റെഡ് ക്രോസ് പഠിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഐക്യരാഷ്ട്രസഭയും ഏജൻസിയും പഠിക്കണം, കൂടാതെ വേൾഡ് ബാങ്ക്, IMF, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അത് കൂടാതെ സമാധാന സംഘടനകൾ എന്ന രീതിയിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ പഠിക്കണം, റെഡ് ക്രോസ് പഠിക്കണം, പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പഠിക്കണം. ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5 മാർക്കല്ലേ ഉള്ളൂ, ഇത്രയൊക്കെ പഠിക്കണോ എന്ന് ചോദിച്ചാൽ ഓരോ മാർക്കും PSCക്ക് വിലപ്പെട്ടതല്ലേ? നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ റിവിഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ സമ്മേളനം തൊട്ട് അവസാനത്തെ സമ്മേളനം വരെ പ്രസിഡന്റ് നടന്ന സ്ഥലം ഏതാണ് എന്ന രീതിയിൽ പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കാൻ പറയാം. ഇത്രയും ഫോക്കസ് ചെയ്തിട്ട് പോവാ, നമുക്ക് ആൻസർ കിട്ടും. ഇനി ദിവസമുണ്ട്, 60 ദിവസം ധാരാളമാണ് പഠിക്കാൻ. 60 ദിവസം ഇല്ലേ? 60 ദിവസം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതനുസരിച്ച് പഠിക്കുക. ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട ഏരിയ ആണ്. നമ്മൾ പലപ്പോഴും ഹിസ്റ്ററി, ജോഗ്രഫി ഒത്തിരി വാസ്റ്റ് ആണ്, പഠിക്കണ്ടല്ലോ, എന്തിനാ വെറുതെ 5 മാർക്ക്, ബാക്കി 95 മാർക്ക് കിട്ടിയാൽ മതി എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. ഒരിക്കലെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ച് ഉറപ്പിക്കുക. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് 2 തവണ റിവിഷൻ ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് കിട്ടൂടാ. കാരണം നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ ഏരിയ എന്ന് ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ പഠിച്ചുകൊണ്ട് പോയി നിന്ന് ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് അവസാനമായിട്ട് റിവിഷന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിൽ റിവിഷൻ കോഴ്സസ് ആരംഭിച്ചിട്ടുണ്ട്. അത് ഡിഗ്രി ലെവൽ പ്രിലിംസിലാണെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ കോഴ്സും പ്ലസ് ഇപ്പൊ നടക്കുന്ന കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. ഒരു വഴിക്ക് 2 പക്ഷേ എന്ന രീതിയിൽ കേട്ടോ. രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 1999 രൂപ പർച്ചേസ് ചെയ്യാം. ഇനി 10th ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 999 രൂപ പർച്ചേസ് ചെയ്യാം.
കംപ്ലീറ്റ് GK കോഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. കംപ്ലീറ്റ് മലയാളം കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനും കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. തുടർന്ന് മറ്റ് സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന കാര്യമായിട്ട് ഞാൻ വീണ്ടും എത്തിച്ചേരും. സിലബസ് കവർ ചെയ്ത് പോവുക എന്നതിനാണ് പ്രാധാന്യം. കാരണം PSC കഴിഞ്ഞ വർഷം ചോദിച്ച അതേ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കണം നിർബന്ധമില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഏരിയ ഇത് പഠിക്കണം എന്ന രീതിയിൽ പറയുക. ഓക്കെ, അപ്പോ ബൈ.